പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും നമസ്കാരം. ഗോനു ചുഴലിക്കാറ്റ് 2007 ഒമാൻ തീരത്തെ തകർത്തതിനു ശേഷം കഴിഞ്ഞ 12 വർഷത്തിനിടെ അറബിക്കടലിലെ ആദ്യത്തെ സൂപ്പർ സൈക്ലോണിക് കൊടുങ്കാറ്റായി ക്യാർ ചുഴലിക്കാറ്റ് മാറിക്കഴിഞ്ഞതായി ഇന്ത്യൻ മെട്രോളജിക്കൽ വിഭാഗം അറിയിക്കുകയുണ്ടായി. ശനിയാഴ്ച മുതൽ ക്യാർ ചുഴലിക്കാറ്റ് അതിവേഗം രൂക്ഷമാവുകയും ഞായറാഴ്ച പുലർച്ചെ മുതൽ സൂപ്പർ സൈക്ലോണായി മാറുകയുമായിരുന്നു. ഇതിലൂടെ പ്രവാസികൾക്ക് നൽകുന്നത് ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ്. വാർത്തയിലേക്ക്. 12 വർഷത്തിനു ശേഷം അറബിക്കടലിൽ രൂപപ്പെടുന്ന തീവ്രത കൂടിയ ക്യാർ ചുഴലിക്കാറ്റ് ഒമാൻ തീരത്ത് നിന്നും 1350 കിലോമീറ്റർ അകലെ എത്തി നിൽക്കുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഒമാന്റെ തെക്കൻ ഭാഗത്തും യമൻ തീരത്തും ആഞ്ഞടിക്കുവാൻ സാധ്യതയുള്ളതായും അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഒമാൻ തെക്കൻ ഭാഗത്തും യമൻ തീരത്തും ആഞ്ഞടിക്കുവാൻ സാധ്യതയുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതരുടെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ലഭിച്ചു. അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ചിരിക്കുകയാണെന്നും കാറ്റിന് മണിക്കൂറിൽ 80 മുതൽ 100 കിലോമീറ്റർ ഉപരിതല വേഗത ഉള്ളതായും കാലാവസ്ഥാ കേന്ദ്രം ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയുണ്ടായി. കാറ്റിന് മണിക്കൂറിൽ 80 മീറ്റർ മുതൽ 100 മീറ്റർ ഉള്ളതിനാൽ നേരിടാൻ പോകുന്നത് കനത്ത പ്രത്യാഘാതമാണ്. തീവ്ര ചുഴലിക്കാറ്റായി മാറുന്ന ക്യാർ അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഒമാന്റെ തെക്കൻ ഭാഗത്തും തുടർന്ന് യമൻ തീരത്തും ആഞ്ഞടിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ തന്നെ പ്രവാസികൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. 12 വർഷത്തിനിടെ അറബിക്കടലിൽ രൂപപ്പെടുന്ന അതിതീവ്രത കൂടിയ ചുഴലിക്കാറ്റായതിനാൽ ക്യാർ ചുഴലിക്കാറ്റ് തീവ്രമായ നാശം വിതയ്ക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്ത കാലത്ത് നിരീക്ഷിക്കപ്പെടുന്ന ചുഴലിക്കാറ്റിന്റെയും കൊടുങ്കാറ്റിന്റെയും തീവ്രത പ്രവചിക്കാനുള്ള പഠനങ്ങൾ ശാസ്ത്രജ്ഞർക്ക് വെല്ലുവിളിയാവുകയാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പ്രവചനമനുസരിച്ച് അടുത്ത 5 ദിവസത്തിനുള്ളിൽ വടക്ക് പടിഞ്ഞാറ് ദിശയായ ഒമാൻ തീരത്ത് ക്യാർ ചുഴലിക്കാറ്റ് നീങ്ങാൻ സാധ്യതയുള്ളത് വ്യക്തമാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ തീവ്രമാവുകയും പിന്നീട് ക്രമേണ ദുർബലമാവുകയുമാണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നവംബർ 1 വരെ ഇതിന്റെ തീവ്രത കഠിനമായിരിക്കുമെന്നും ഇതിനോടകം തന്നെ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ വിലയിരുത്തൽ പ്രകാരം ക്യാർ ഇപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് മാറി അറേബ്യൻ കടലിന്റെ കിഴക്ക് കേന്ദ്രീകരിക്കുകയാണ് വ്യക്തമാകുന്നത്. മുംബൈയിൽ നിന്ന് 580 കിലോമീറ്റർ, അതായത് തെക്ക് പടിഞ്ഞാറും മഹാരാഷ്ട്രയാണ്. ഒമാനിലെ സലാലയിൽ നിന്ന് 1450 കിലോമീറ്റർ കിഴക്കും മസ്രയിലെ റാസ് അൽ മദ്രക്കയിൽ നിന്ന് 1010 കിലോമീറ്റർ തെക്ക് കിഴക്കും ഭാഗത്താണ് ക്യാർ ഇപ്പോൾ നിലകൊള്ളുന്നതെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ചുഴലിക്കാറ്റിന്റെ പ്രഭവസ്ഥാനത്ത് കാറ്റിന് മണിക്കൂറിൽ 250 കിലോമീറ്റർ ഉപരിതല വേഗമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കടൽ മാർഗമുള്ള യാത്രയ്ക്ക് പദ്ധതിയിടുന്നവർ യാത്ര മാറ്റിവെക്കുവാനും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെറ്റീരിയോളജി ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ തുടർന്ന് അടുത്ത 5 ദിവസത്തേക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നതിനാൽ പ്രവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഇതിനോടകം തന്നെ അറിയിച്ചുകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.